ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണി പ്രിയദർശൻ, നസ്ലീൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കരോട് തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 4ാമത്തെ ചൊവ്വാഴ്ച കൂടിയ ആദ്യ 27 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 26 ദിവസത്തെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ലെവൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 1,20,00,000 രൂപയാണ്. ആദ്യ 26 ദിവസം കൊണ്ട് 105,41,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തമിഴ്നാട് കളക്ഷനായി മാത്രം 26 ദിവസം കൊണ്ട് 21,40,00,000 ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 13,35,00,000 രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷനായി 13,55,00,000 രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യ കളക്ഷനായി 7,35,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 26 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 55,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 26 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 161,06,00,000 രൂപയാണ്. 26 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 278,14,00,000 രൂപയുമാണ്. ഇനി 27ാം ദിവസം കൂടിയായ ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1 കോടി മുതൽ 1,10,00,000 റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 27 ദിവസം കൊണ്ട് കേരളത്തിൽ 106,50,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2-2.5 കോടി റേഞ്ചിലാണ്. 300 കോടി ലക്ഷ്യമാക്കി കുതിക്കുന്ന ഈ സിനിമ ആദ്യ 27 ദിവസം കൊണ്ട് 280 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമയാണ് ഹൃദയപൂർവ്വം. സിനിമ 26ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 21 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 41,53,00,000 രൂപയാണ് ഈ സിനിമയുടെ 26 ദിവസത്തെ കേരള കളക്ഷൻ. 27ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 ലക്ഷം റേഞ്ചിലാണ്. 27 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 41,70,00,000 റേഞ്ചിലാണ് എത്തി നൽകുന്നത്. ആദ്യ 26 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 75 കോടി മുതൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ 27 ദിവസം പിന്നിടുമ്പോൾ 75,50,00,000 റേഞ്ചിലാണ് എത്തി നൽകുന്നത്. ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മിറാജ്. അപർണ ബാലമുരളി, ഹക്കീം ഷാജഹാൻ, ഹന്ന റജി കോശി, അർജുൻ, ദീപക് പറമ്പോൾ, ശരവണൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 38,50,000 രൂപയാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 3,67,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമ കേരള കളക്ഷനായി 35-40 റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 4 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമ ലോകമെമ്പാടുമായി 5.5-6 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹാഷൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വള. ലുക്മാൻ നവറാൻ, വിജയരാഘവൻ, ധ്യാൻ ശ്രീനിവാസൻ, ശാന്തികൃഷ്ണ, രവീന രവി, ശീതൽ ജോസഫ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 4ാം ദിവസം കൂടിയായ ഇന്നലെ തിങ്കളാഴ്ച 10,75,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയത്. ടോട്ടൽ 4 ദിവസം കൊണ്ട് 66 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമ ഈ സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ സുരേഷ് പ്രേം, ഐശ്വര്യ നമ്പ്യാർ, മാസ്റ്റർ കെവിൻ, മാസ്റ്റർ ഇവാൻ, നോബി മാർക്കോസ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ജിജോ സെബാസ്റ്റ്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ദേ കോൾ ഹിം ഓജി. പവൻ കല്യാൺ നായകനാകുന്ന ഈ സിനിമ സുജിത്താണ് തിരക്കഥ സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൽ ഇമ്രാൻ ഹാഷ്മി, പ്രിയങ്ക മോഹൻ, അർജുൻ ദാസ്, ശ്രേയ റെഡ്ഡി, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവി കെ ചന്ദ്രൻ, മനോജ് പരഹംസ എന്നിങ്ങനെയാണ്. എഡിറ്റിംഗ് നവൻ നൂരിയും സംഗീതം തമൻ യസുമാണ്. DVB എന്റർടൈൻമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഇന്ന് ഉച്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 50 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിൽ ഇന്ന് രാത്രിയോടെ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷനായി 40 കോടി രൂപയും വിദേശ കളക്ഷനായി 26 കോടിയും ഉൾപ്പെടെ 66 കോടി രൂപയാണ് ഇതുവരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയുടെ ബഡ്ജറ്റ് 250 കോടി രൂപയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കരം. നോബിൾ ബാബു തോമസ് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ നോബിൾ ബാബു തോമസ്, ഓഡ്രി മറിയം, മനോജ് കെ ജയൻ, ബാബുരാജ്, കലാഭവൻ ഷാജോൻ, ഷബീർ കല്ലറയ്ക്കൽ, ശ്വേത മേനോൻ, ജോണി ആന്റണി, ഇവാൻ ഉക്കോമ നോവിച്ച് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ വരുന്ന സെപ്റ്റംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജോമൻ ഡി ജോണും എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാമുമാണ്. ഷാൻ റഹ്മാനാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ നിർമ്മാണ വിതരണ നിർവഹണം ചെയ്യുന്നത് മെർലാൻ ഫിലിംസ് ആണ്. ഒമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന പാൻ ഇന്ത്യൻ കന്നഡ സിനിമയായ കാന്താരയുടെ 2ാം ഭാഗമായ കാന്താര ചാപ്റ്റർ 1 ഒക്ടോബർ 2 തിയേറ്ററിലെത്തുന്നത്. ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഈ സിനിമയിൽ രുക്മിണി വസന്ത്, ജയറാം, ഗുൽഷൻ ദേവയ്യ, പ്രകാശ് തുമനാട്, ഹരിപ്രശാന്ത് MG എന്നിങ്ങനെയാണ് താരങ്ങൾ. ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് അരവിന്ദ് കശ്യപാണ്. എഡിറ്റിംഗ് സുരേഷ് മല്ലയ്യ. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് B അജനീഷ് ലോകനാഥാണ്. ഈ സിനിമയുടെ മലയാളം ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മികച്ച ട്രെൻഡിംഗ് കാണിക്കുന്ന ഈ ട്രെയിലർ 60 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഇതുവരെ കണ്ടു കഴിഞ്ഞു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.